നമസ്കാരം. ചബഹാർ തുറമുഖ പ്രവർത്തനത്തിനായി 10 വർഷത്തെ കരാർ ഒപ്പിട്ടതിന് തൊട്ടു പിന്നാലെ അത്തരം കൂടുതൽ ആസ്തികളിലേക്ക് പ്രവേശനം നേടുന്നതിന് മേഖലയിലെ മറ്റ് തന്ത്രപ്രധാനമായ തുറമുഖങ്ങളിൽ ഇന്ത്യ കണ്ണുവെക്കുന്നു എന്ന വിവരം പുറത്തുവന്നിരിക്കുകയാണ്. സാമ്പത്തിക നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന പ്രദേശങ്ങളിലെ തുറമുഖങ്ങൾ കണ്ടെത്തുക, തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങളുടെ നവീകരണത്തിലും വികസനത്തിലും നിക്ഷേപം നടത്തുക തുടങ്ങിയ സമാന തത്വങ്ങൾ പാലിച്ചുകൊണ്ട് മറ്റ് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും ചബഹാർ മാതൃക ആവർത്തിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രി സർബാനന്ദ സോനോവാൾ വളരെ കൃത്യമായ നിലപാടാണ് ഇക്കാര്യത്തിൽ പങ്കുവച്ചിട്ടുള്ളത്. ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ജല തുറമുഖമാണ് ചബഹാർ. ഇറാന്റെ പാകിസ്ഥാനുമായുള്ള അതിർത്തിയോട് ചേർന്നുള്ള തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖം വികസിപ്പിക്കുവാൻ ഇന്ത്യ 2016 കരാറിൽ തീരുമാനങ്ങളിലേക്ക് കടന്നിരുന്നു. മെയ് 13 ഇത് കൂടുതൽ വികസിപ്പിക്കുന്നതിനായിട്ട് ഇറാനുമായി ദീർഘകാല കരാറിൽ ഒപ്പുവെച്ചു ഇന്ത്യ. ചബഹാറിലെ ഷാഹിദ് ബഹഷ്തി തുറമുഖ ടെർമിനലിന്റെ വികസനത്തിനായിട്ടുള്ള ദീർഘകാല ഉഭയകക്ഷി കരാർ ഒപ്പിടുന്നതിന് സാക്ഷ്യം വഹിക്കാനാണ് സോനോവാൾ ടെഹ്റാനിലേക്ക് പോയത്. ഇന്ത്യ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡും ഇറാന്റെ പോർട്ട് ആൻഡ് മാരിടൈം ഓർഗനൈസേഷനും തമ്മിലാണ് കരാർ ഒപ്പിട്ടത്. കരാർ പ്രകാരം IPGL ഏകദേശം $120 മില്യൺ നിക്ഷേപിക്കും. കൂടാതെ $250 മില്യൺ അധിക ധനസഹായത്തോടെ കരാറിന്റെ മൂല്യം $370 മില്യൺ ആയി എത്തിക്കുമെന്നാണ് ഇറാൻ റോഡ് നഗരവികസന മന്ത്രി മെഹർദാദ് ബാസർബാഷ് പറഞ്ഞത്. നിക്ഷേപത്തിന്റെ ഭാഗമായി രാജ്യം പ്രവർത്തിപ്പിക്കുന്ന ആദ്യത്തെ വിദേശ തുറമുഖമായ ചബഹാറിൽ ഇന്ത്യ പ്രധാന ഉപകരണങ്ങൾ വാങ്ങുകയും സ്ഥാപിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യും. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന് കീഴിൽ വികസിപ്പിക്കുന്ന പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തോടുള്ള ഇന്ത്യയുടെ പ്രാദേശിക തന്ത്രപരമായ പ്രതികരണമായിട്ടാണ് ഈ പദ്ധതിയെ നോക്കിക്കാണേണ്ടത്. ഇന്ത്യ ഗവൺമെന്റിന്റെ തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം നാവിക മേഖലയുടെ ഉന്നമനത്തിനായിട്ട് തുടർച്ചയായി പ്രവർത്തിക്കുന്നു എന്നതും എടുത്തു പറയണം ഇവിടെ. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 2030 ഹരിത കപ്പൽ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാകാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ്. തന്ത്രത്തിന്റെ ഭാഗമായി ഗ്രീൻ ടെക് ട്രാൻസിഷൻ പ്രോഗ്രാം ഉണ്ട്. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഇന്ത്യയുടെ ആദ്യത്തെ നാഷണൽ സെന്റർ ഫോർ എക്സലൻസ് ഇൻ ഗ്രീൻ പോർട്ട് ആൻഡ് ഷിപ്പിംഗ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രി സർബാനന്ദ സോനോവാളാണ് മാർച്ച് അവസാനത്തോടുകൂടി ഈ പരിപാടി പ്രഖ്യാപിച്ചത്. 2025 എല്ലാ പ്രധാന തുറമുഖങ്ങളിലും പ്രാരംഭ ഗ്രീൻ ടഗുകൾ പ്രവർത്തിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. കുറഞ്ഞത് 50% ടഗുകളെങ്കിലും 2030 ഗ്രീൻ ടഗുകളാക്കി മാറ്റാൻ സാധ്യതയുണ്ട്. ഇത് രാജ്യത്തേക്ക് നീങ്ങുമ്പോൾ മലിനീകരണം ഗണ്യമായി കുറയ്ക്കുവാൻ സഹായിക്കുന്നു. 2070 കാർബൺ ന്യൂട്രൽ ആകാനുള്ള രാജ്യത്തിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്ത്യയുടെ തുറമുഖങ്ങളും ഷിപ്പിംഗും കൂടുതൽ പരിസ്ഥിതി സൗഹൃദമാകുന്നതിലെ ഒരു സുപ്രധാന ചുവടുവയ്പായി ഇതിനെ കണക്കാക്കപ്പെടുന്നുണ്ട്. PM ഗതിശക്തി, മൾട്ടി മോഡൽ കണക്ടിവിറ്റിക്കായുള്ള ദേശീയ മാസ്റ്റർ പ്ലാൻ, ഗ്രീൻ പോർട്ട് സംരംഭം എന്നിവയ്ക്കൊപ്പം ഇതിനകം തന്നെ രാജ്യത്ത് ഗ്രീൻ ലോജിസ്റ്റിക് വിതരണ ശൃംഖലയുടെ വികസനം ത്വരിതപ്പെടുത്തിയിട്ടുണ്ട്. 2030 1 ടൺ കാർഗോ കൈകാര്യം ചെയ്യുന്ന കാർബൺ പുറന്തള്ളൽ 30% കുറയ്ക്കാനും തുറമുഖങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട്. പാരദീപ് തുറമുഖം, ദീൻദയാൽ തുറമുഖം, VO ചിദംബരം തുറമുഖം ഹൈഡ്രജൻ ഹബ്ബുകളാക്കി വികസിപ്പിക്കും. 2030 ഹരിത ഹൈഡ്രജൻ കൈകാര്യം ചെയ്യാനും സംഭരിക്കാനും ഉൽപ്പാദിപ്പിക്കുവാനും കഴിയുമെന്നതാണ് പ്രതീക്ഷ.